ഗൈസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഒരു സ്പീക്കിംഗ് ഫീച്ചറാണ്. അതായത് നമ്മുടെ സ്ക്രീനിലുള്ള എല്ലാ ടെക്സ്റ്റുകളെയും നമുക്ക് സ്പീക്ക് ചെയ്ത് കേൾക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ഫീച്ചർ. അപ്പോൾ ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് വർക്കാകുന്നത്, ഈ ഒരു ഫീച്ചർ എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വർക്കായി കാണിച്ചു തരാം. ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള എല്ലാ ടെക്സ്റ്റുകളും, ആ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിമുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കും. Google, Play Store, Gallery, Camera, Page Indicator, Dialer, Contacts, Apps, Messaging, Chrome. അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചർ വളരെയധികം യൂസ്ഫുൾ ആകുന്നത് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആകും. ഓൺലൈൻ വഴിയുള്ള നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിൽ എഴുതി പകർത്തണമെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. വാട്സപ്പിലേക്ക് വരുന്ന നോട്ട്സുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു മൊബൈലിൻ്റെ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് സ്പീക്ക് ചെയ്ത് കേട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. സെലക്ട് ചെയ്ത ഭാഗത്തുള്ള എല്ലാ ടെക്സ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാൻ സാധിക്കും. എഴുതുന്നവർക്ക് നോട്ട് എഴുതാനും പഠിക്കുന്നവർക്ക് അത് കേട്ട് പഠിക്കുവാനും സാധിക്കും. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക. ഏറ്റവും താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ആക്സസിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില ഫോണുകളിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് സെറ്റിങ്സിൽ കയറുക. അതിനുശേഷം ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ ആക്സസിബിലിറ്റി കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ അഡ്വാൻസ് സെറ്റിങ്സിൽ കയറിയതിന് ശേഷമാണ് എൻ്റെ ഫോണിൽ ആക്സസിബിലിറ്റി ഉള്ളത്. അപ്പോൾ ആക്സസിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് സ്പീക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ ഒന്ന് ഓണാക്കി വെച്ചിരുന്നു. അപ്പോൾ ഡിസേബിൾ ചെയ്യാം. അതിനുശേഷം ഒന്നുകൂടി ഞാനിവിടെ എനേബിൾ കാണിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എനേബിൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസുകൾ വന്നു, അതിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊരു ഭാഗത്തുള്ള ടെക്സ്റ്റുകളാണോ നമുക്ക് സെലക്ട് ചെയ്ത് സ്പീക്ക് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് പോവുക. എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഈ ഒരു ഭാഗത്തുള്ള ടെക്സ്റ്റുകൾ തന്നെ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനായിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഹോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ ഡ്രാഗ് ചെയ്തതിനുള്ളിലുള്ള എല്ലാ ടെക്സ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സ്പീക്കിലൂടെ അറിയാൻ സാധിക്കും. ഞാൻ എന്ത് ചെയ്യുകയാണ്, ഹോൾഡ് വിടുകയാണ്. When select to speak is on, you can tap specific. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം, വളരെ സ്ലോ ആയിട്ടാണ് ആ ഒരു ടെക്സ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, സ്പീക്ക് ചെയ്യുന്നത്. ടെക്സ്റ്റിൻ്റെ സ്പീക്കിങ്ങിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ എന്താണ് സ്പീക്കിംഗ് ലെവൽ എന്ത് ചെയ്യുകയാണ്, കുറച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ സ്ലോ ആയിട്ട് സ്പീക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ സാധിച്ചു വളരെ ഫാസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, സ്പീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പീക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും. കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു മൈനസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് വളരെ ഫാസ്റ്റ് ആവുകയും സ്ലോ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫീച്ചർ കൊണ്ട് നമുക്ക് നോട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇത് വാട്സപ്പിൽ വരുന്ന നോട്ട്സുകളായാലും അതുപോലെ തന്നെ ഗൂഗിൾ വഴി നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കായാലും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കേട്ട ആ ഒരു സ്പീക്കിങ്ങിൻ്റെ പിച്ചും അതുപോലെ തന്നെ ആ സ്പീക്കിങ്ങിൻ്റെ റേറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക. പഴയതുപോലെ തന്നെ അഡ്വാൻസ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം ആക്സസിബിലിറ്റി ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ടെക്സ്റ്റ് ടു സ്പീച്ച് ഔട്ട്പുട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസുകൾ കാണാം. ഇവിടെ സ്പീച്ച് റേറ്റ് അതുപോലെ തന്നെ പിച്ച്, അതായത് ആ ഒരു സ്പീച്ചിൻ്റെ പിച്ച്, നമുക്ക് പിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനും കൂട്ടുവാനും സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. സ്പീക്കിങ്ങിൻ്റെ ആ ഒരു റേറ്റും അതുപോലെ തന്നെ പിച്ചും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എക്സാമ്പിൾ ഒന്ന് കേട്ട് നോക്കാം. അതിനായിട്ട് ഇവിടെ ലിസൺ ടു ആൻ എക്സാമ്പിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ സാധിച്ചു എന്താണ് ആ ഒരു സ്പീക്കിങ്ങിൻ്റെ പിച്ചും അതുപോലെ തന്നെ റേറ്റും ഒക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് സ്പീക്കിങ്ങിൻ്റെ റേറ്റും അതുപോലെ തന്നെ പിച്ചും ഒക്കെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സെറ്റിങ്സുകളാണ്. എന്നാലും ഇത് അറിയാത്തവർ ധാരാളം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിങ്സുകളൊക്കെ പറയുന്നത്. ഇനി ഈ ഒരു സ്പീക്കിങ്ങിൻ്റെ റേറ്റും പിച്ചുമൊക്കെ പഴയതുപോലെ റീസെറ്റ് ചെയ്യണം. സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ നമുക്ക് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് സ്പീച്ച് റേറ്റ് റീസെറ്റ് കൊടുക്കുക. റീസെറ്റ് സ്പീച്ച് പിച്ച് എന്നുള്ള ആ ഒരു ഓപ്ഷനും റീസെറ്റ് കൊടുക്കുക. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് രാത്രിയിൽ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. നൈറ്റ് മോഡ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ അതെങ്ങനെയാണ് ഓൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും പഴയതുപോലെ അഡ്വാൻസ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം ആക്സസിബിലിറ്റി ഓപ്പൺ ചെയ്യുക.
ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കളർ ഇൻവെർഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷന് നേരെയുള്ള ആ ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് കളർ ഇൻവെർഷൻ ആയതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താണ് ഒരു ബ്ലാക്ക് കളറായിട്ട് ഇവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഒരു നൈറ്റ് മോഡിൻ്റെ ഒരു ഫീലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് രാത്രിയിലൊക്കെ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റിങ്സാണ് ഈ ഒരു സെറ്റിങ്സ്. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ഹോം സ്ക്രീൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ക്രീനുകളെയും നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഫീച്ചറാണ്. നമുക്ക് സാധാരണ സൂമിംഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ ക്രോമിലൊക്കെ വല്ല സെർച്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സൂം ചെയ്യുന്നതിന് അപ്പോൾ ഹോം സ്ക്രീനൊക്കെ സൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോം സ്ക്രീൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ക്രീനുകളും നമ്മുടെ ഫോണിലുള്ള ഇപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ആപ്ലിക്കേഷൻ്റെയൊക്കെ ഇൻ്റർഫേസും അതുപോലെ തന്നെ ഹോം സ്ക്രീനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂം ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ അഡ്വാൻസ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം ആക്സസിബിലിറ്റി ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓപ്ഷൻ സൂം ആകുന്നത്. നമ്മുടെ സ്ക്രീനിൽ 3 തവണ ടാപ്പ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ക്രീൻ സൂം ആകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സ്ക്രീനിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്, 3 തവണ ടാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 പ്രാവശ്യം ടാപ്പ് ചെയ്തപ്പോൾ എന്താണ്, ഇവിടെ സൂം ആയിട്ടുണ്ട് ആ ഒരു ഡിസ്പ്ലേ. ഇനി ഈ ഒരു ഡിസ്പ്ലേയെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അനക്കി നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ 2 ഫിംഗറുകൾ എന്താണ് സ്ക്രീനിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. 2 ഫിംഗർ ഇങ്ങനെ വെച്ച് ഡ്രാഗ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഇങ്ങനെ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. വീണ്ടും ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഓപ്ഷൻ വീണ്ടും സൂം ഔട്ട് ആവുന്നതായിരിക്കും. ഹോം സ്ക്രീനിലൊക്കെ ചെറിയ അക്ഷരത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് സൂം ചെയ്ത് വലിയ അക്ഷരമായി കാണാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റിങ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിലുള്ള 4ാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള 5ാമത്തെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെറ്റിങ്സ് അല്ല, ഇതൊരു ടിപ്സാണ്. സാധാരണ നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് ഫാക്ടറി ഡാറ്റ റീസെറ്റൊക്കെ ചെയ്യുന്നതിനാണെങ്കിൽ സെറ്റിങ്സിൽ പോയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഡയൽ പാഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് അക്കങ്ങൾ അടിക്കും. അതിനുശേഷം കോൾ കൊടുക്കുമ്പോൾ എന്താണ് ഫുള്ളായിട്ട് നിങ്ങളുടെ ഫോൺ റീബൂട്ടായി ഫോർമാറ്റായി വരുന്നതായിരിക്കും. ഫാക്ടറി ഡാറ്റ റീസെറ്റ് അല്ലെങ്കിൽ റീബൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇത് എന്താണ് ഫോർമാറ്റായി നമ്മുടെ ഡാറ്റാസുകളെല്ലാം തന്നെ ഫോർമാറ്റായി വരുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഈ അക്കങ്ങൾ എന്താണ് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിടരുത് ഒരിക്കലും. ഒരുപക്ഷെ കുട്ടികളൊക്കെ എടുത്തു വെച്ച് കളിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു നമ്പർ എന്താണ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ റീബൂട്ടായി പോകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിത് ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കരുത്. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ ഇനി എന്താണ് ഡയൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. *778#** ഇങ്ങനെ ഡയൽ ചെയ്തതിന് ശേഷം കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഫോൺ ഫുള്ളായിട്ട് റീബൂട്ടായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഇതൊരിക്കലും സേവ് ചെയ്തിടരുത്. ഇതെവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ചു വെച്ചാൽ മതി. ആവശ്യമെങ്കിൽ മാത്രം ഡയൽ ചെയ്യുക, റീബൂട്ട് ചെയ്യുക. നിങ്ങളുടെ ഫുൾ ഡാറ്റകളും നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത് സേവ് ചെയ്തിടരുത്. ഇതൊരു ടിപ്സാണ്. ആവശ്യമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുത്തതിന് ശേഷം കോൾ ചെയ്താൽ മാത്രം മതി. അപ്പോഴേക്കും നിങ്ങളുടെ ഫോൺ എന്താണ് ഫുള്ളായിട്ട് റീബൂട്ടായി പോകുന്നതായിരിക്കും.